ചൈനയിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കുറിച്ച ഒരു കാര്യമായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിലാണ്. ബാക്കിൽ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ പാർക്ക് ചെയ്തേ കാണാം. നമ്മൾ ഇന്നൊരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ പോവുകയാണ്. ഇതൊരു വ്ളോഗ് പോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നജ്മുക്ക ഇവിടെ ഉണ്ട്. നജ്മുക്ക, അപ്പോൾ നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കയറാൻ പോകണല്ലേ? ഇത്തവിടെ ഉണ്ട് കേട്ടോ. മാസ്ക് ഒക്കെ വെച്ചിരുന്നു. കൊറോണ മേടിച്ചിട്ടാണ് തോന്നുന്നത്. ഇവിടെ മാസ്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ? ഇവിടെ ഇപ്പോൾ ആരും മാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളെ യൂസ് ചെയ്യാറുള്ളൂ നാട്ടിൽ. ഇവരെ അടുത്ത കാര്യത്തിൽ എൻഗേജ് ആണ്. അപ്പം ശരിക്കും നമ്മൾ സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞ് ആരംഭിക്കാം എന്നുള്ളതല്ലേ? കാരണം പറയാൻ മാത്രം ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ, അതായത് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ. ശരിക്കും നമ്മളെ ഒരു മുംബൈ എയർപോർട്ട് പോലെ എനിക്ക് തോന്നിയത് ആ ഒരു ഡിസൈനിലെ. ഹാൻസോ സ്റ്റേഷൻ. നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? വെൻലിംഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പോകുന്നതിനിടയിൽ നമുക്ക് ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് സംസാരിക്കാം, അതിൻ്റെ ഫെസിലിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യം എയർപോർട്ട് ശരിക്കും മുംബൈ എയർപോർട്ട് പോലെയല്ല, ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ കയറുന്ന പോലെ അങ്ങനത്തെ ഓരോ ഫെസിലിറ്റിയും ചെയ്ത് ശരിക്കും ഇൻ്റർനാഷണൽ പാസ്പോർട്ടൊക്കെ സ്കാൻ ചെയ്ത്, ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിൽ അവരുടെ ID സ്കാൻ ചെയ്യണം. അങ്ങനെയാണ് ഇതിനകത്തേക്ക് നമ്മൾ കയറി വരുന്നത്. ഇനി നമ്മുടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരുപാട് ട്രെയിനുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ വരും. കറക്റ്റ് ടൈമിംഗ് ആണല്ലേ? 12:28 സ്റ്റേഷൻ വിടും. ആവശ്യമുള്ളവരൊക്കെ കയറുക. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ട്രെയിനിൽ കയറിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ കയറ്റി വിട്ടത് ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പായതുകൊണ്ട് തന്നെ ഏറെക്കുറെ കറക്റ്റ് സമയത്താണ് നമ്മുടെ ട്രെയിൻ വന്നത്. മാത്രമല്ല പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിനിലേക്കുള്ള ആളുകൾ മാത്രമുള്ളൂ എന്നുള്ളതും അതൊരു വലിയ കാര്യം കേട്ടോ. അപ്പം അധികം തിരക്കുകളില്ല. ട്രെയിനകത്തേക്ക് കയറേണ്ട ആൾക്കാർക്കും ഇറങ്ങേണ്ട ആൾക്കാർക്കും അത് സൗകര്യപ്രദമാണ് എന്നതാണ്. ചൈനയിലെ 34 പ്രവിശ്യകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് CRH എന്ന് പറയുന്നത്, അതായത് ചൈന റെയിൽവേ ഹൈ സ്പീഡ് എന്ന് പറയുന്ന ഈ ഒരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. അത് ഏകദേശം 42,000 കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലേക്ക് ഏത് ബോഗിയാണ് വരിക എന്നുള്ളത് പ്ലാറ്റ്ഫോമിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ആളുകൾ ക്യൂ നിന്ന് കയറുന്നത് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും പ്രവിശ്യകളെ കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ചൈനയിലെ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയാം. അതായത് എല്ലാവരും സാധാരണ അവരുടെ ദൈനംദിന ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ഗതാഗത മാർഗം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. 12-ാം നമ്പർ പ്ലാറ്റ്ഫോം എവിടെ ഓപ്പൺ ആവുമെന്ന് മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് മുമ്പിലേക്ക് പോയിട്ടാണ് ശരിക്കും ഈ ഒരു ട്രെയിൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ചെറിയൊരു വ്യത്യാസം അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് കയറി ശരിക്കും ഒരു സബ്മറൈനിലേക്ക് കയറുന്ന പോലത്തെ ഒരു ഫീലോട് കൂടിയിട്ട് ഞാൻ അതിനകത്തേക്ക് കയറിയത്. കയറുന്ന സമയത്ത് തന്നെ ആദ്യം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻട്രി പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് തള്ളിക്കൊണ്ട് ആളുകൾ നമ്മളെ എയർ ഹോസ്റ്റസ് ഒക്കെ വരുന്ന പോലെ നമ്മുടെ അടുത്തേക്ക് വന്ന് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യും. അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ഈ വാഹനത്തിനകത്തുണ്ട് എന്നതാണ്. കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയൊരു കാര്യം. അതായത് ആദ്യമായിട്ട് ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് പിന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 9-ാം നമ്പർ സീറ്റിൽ A ആണ്, അതായത് വിൻഡോ സൈഡാണ് നമ്മളുടെ സീറ്റ്. ഞാൻ അതിനകത്തേക്ക് ഇരുന്നു. എന്നിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഈ ഒരു വാഹനത്തെ ഒന്ന് വീക്ഷിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരത് എന്ന് പറയുന്നല്ലോ, അതിനോട് ഏറെക്കുറെ സമാനമായിട്ടുള്ള ഡിസൈൻ മികവാണ്, സ്പീഡല്ല. അകത്തെ ഡിസൈൻ കാര്യങ്ങൾ, അതായത് ഇൻറ്റീരിയർ നമുക്ക് അങ്ങനെ തോന്നി. TV കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ, അതേപോലെ ഒരു സൈഡിൽ 3ഉം ഒരു സൈഡിൽ 2ഉമായിട്ട് ഒറ്റ റോയിൽ 5 സീറ്റുകളെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പതുക്കെ സ്റ്റേഷൻ വിട്ടു തുടങ്ങുകയാണ്. ശരിക്കും ഞാൻ ഭയങ്കര ത്രില്ലറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇതിനകത്ത് സ്പീഡിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. കാരണം ബുള്ളറ്റ് ട്രെയിൻ 400 km/h വേഗതയിൽ കൂടുതൽ സഞ്ചരിക്കും. നമ്മളുടെ ട്രെയിൻ എത്ര km/h വേഗതയിൽ പോകും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പതുക്കെ സ്റ്റേഷൻ വിട്ട് ഈ ട്രെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈന നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല എന്നൊരു ഫീല് നമുക്കുണ്ടായിരിക്കും. ശരിക്കും ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള, അതിനിടയിൽ ഒരുപാട് ബിൽഡിങ്ങുകളും, അതായത് അവർക്കൊരു വ്യക്തമായൊരു പ്ലാൻ ഉള്ള പോലെയാണ് എനിക്ക് ചൈന കണ്ട സമയത്ത് തോന്നിയത്. അത് ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ള അരുവികളും മരങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം കൂടിയുള്ള ഒരു സമ്മിശ്ര പാക്കേജ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ചൈനീസ് നെറ്റ്വർക്കിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. 2000-ലാണ് ശരിക്കും ചൈനീസ് ഗവൺമെൻറ് ഈ ഒരു സ്പീഡ് ട്രെയിനിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചത്. 2008 ബീജിംഗ് മുതൽ ടിയാൻജിൻ വരെയാണ് ആദ്യമായിട്ട് പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് റെയിൽ ഇവർ സ്ഥാപിച്ചത് എന്ന് പറയാം. അതായത് ഒരു CRH ലൈൻ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത് 2008 എന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത. എന്നാൽ ശരിക്കും ചൈനീസ് സ്പീഡ് റെയിലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 2000-ലോ 2008-ലോ എന്നുള്ളതല്ല. അത് 1934 മുതൽ 1943 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അന്ന് ഏഷ്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ലക്ഷറി പാസഞ്ചർ ട്രെയിനാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ തുടക്കം എന്ന് പറയാം. അതിനിടയിലൂടെ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കച്ചറ കളക്ട് ചെയ്യണം, അതായത് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നല്ല കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതും ഞാൻ ഇതിനിടയ്ക്ക് ക്യാമറയിൽ
പകർത്തുന്നുണ്ട്. അതിനിടയിലൂടെ ഒരു കാര്യം കൂടി പറയാം, നമ്മളിപ്പം ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന S23 അൾട്രയിലാട്ടോ. അപ്പം നമുക്ക് S23 അൾട്ര നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് മൈജിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ മൈജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഗാഡ്ജറ്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് ചോദിക്കലും മൈജിയിലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൈജി വളരെ കാലമായിട്ട് ഈ ഇലക്ട്രോണിക്സ് സെയിൽസ് രംഗത്തുള്ള ഒരു ടീമാണ്. മാത്രമല്ല നല്ല വിശ്വാസവുമുള്ള ഒരു സ്ഥാപനമാണ്. അതായത് ഇത്രയും കാലത്തെ പാരമ്പര്യം, നല്ല പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നു, വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ S23 അൾട്രയും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ല, ഇപ്പം മൈജിയിൽ ഓണം പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്, ഓണം ഓഫറുകൾ, ധാരാളം ഓണം ഓഫറുകളുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അവരുടെ സോഷ്യൽ ഹാൻഡിൽസിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള മൈജി ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഓഫറുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഈ ഒരു ഓണം സമയത്ത് നിങ്ങൾ നല്ലൊരു ഫോൺ അല്ലെങ്കിൽ നല്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനം തന്നെയാണ് മൈജി. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറയാം. അങ്ങനെ വീണ്ടും നമുക്ക് നമ്മുടെ ഏഷ്യ എക്സ്പ്രസ്സിലേക്ക് വരാം. ഏഷ്യ എക്സ്പ്രസ് അന്ന് 110 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചിരുന്നത്. ടെസ്റ്റ് റണ്ണിൻ്റെ സമയത്ത് 130 km/h വേഗതയിൽ ഓടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും 110 അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സ്പീഡ് എന്ന് പറയാം. പക്ഷേ അന്ന് അത് ജപ്പാൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. 1949 ശേഷം, അതായത് പീപ്പിൾ റിപ്പബ്ലിക് ചൈന എന്ന് പറയുന്ന ഈ ഒരു കൺട്രി നിലവിൽ വന്നതിന് ശേഷം അതിനെ SL7 എന്ന് പറയുന്ന പേരിലേക്ക് റീനെയിം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. അപ്പോൾ ഇതാണ് ശരിക്കും ചൈനീസ് സ്പീഡ് ട്രെയിനിൻ്റെ ചരിത്രം. അതായത് ഏഷ്യ എക്സ്പ്രസ്സിൽ നിന്ന് തുടങ്ങി ഏകദേശം 431 km/h വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് വളർന്ന ചൈനീസ് ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. 262 km/h വേഗതയിലാണ് ഇപ്പം ഈ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നാണ്. അതായത് ആ വേഗത കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം അണ്ടർ ഇതിലാന്ന് പറഞ്ഞില്ല, ടണലിനകത്ത്, ടണൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയുടെ തുറന്നാണ്, മല തുറന്നിട്ട് അതിനുള്ളിലൂടെ പോവാണ്. അതിനകത്തേക്ക് കയറുന്ന സമയത്ത് ചെവി അടയുന്നൊരു ഫീലുണ്ട്. ഭയങ്കരമായിട്ടിങ്ങനെ ആ ഒരു പ്രഷർ വേരിയേഷൻ കാരണം സംഭവിക്കുന്ന ആ ഒരു പ്രശ്നം മാത്രമാണ് ശരിക്കും ഇതിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. വേറെ ഒന്നും ഒരു പ്രശ്നമില്ല. അതായത് ഭയങ്കര കൂളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇളകുന്ന പ്രശ്നങ്ങളില്ല, പുഷ് ബാക്ക് പോലത്തെ പ്രശ്നങ്ങളില്ല. സ്പീഡിൽ പോകുമ്പോൾ ബാക്കിലേക്ക് ആ സാധനം അതിനെ പുഷ് ബാക്ക് എന്ന് ഉദ്ദേശിച്ചാൽ അതില്ല. പിന്നെ ബോഡി റോളുകളില്ല. ടയേർഡാവില്ല. അതായത് എത്ര മണിക്കൂറിനകത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ടയേർഡാവും എന്നുള്ളൊരു പ്രശ്നമില്ല. യാത്രക്കാരിലേക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പലരും നല്ല ഉറക്കമാണ്. കാരണം അവരൊക്കെ ഇത് സ്ഥിരമായിട്ട് ഇതിനകത്ത് യാത്ര ചെയ്തിട്ടുള്ള ഒരു ശീലമാണ്. ടി വിയിൽ എന്തൊക്കെയോ അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇവരെ ചൈനീസ് നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും ഇരിക്കുന്നത് ഭയങ്കര ത്രിൽഡ് ആയിട്ടാണ്. കാരണം 200 km/h വേഗതയിൽ പോകുന്നു, അതിനിടയ്ക്ക് 300 കിലോമീറ്ററിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സ്പീഡിലേ. പിന്നെ സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഫീലിംഗ് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഉയരം കുറഞ്ഞ ഒരു സംഭവമാണ്. അതായത് അത്ര ഉയരമില്ല വണ്ടിക്ക്. പിന്നെ ഡോറുകളൊക്കെ ശരിക്കും നമ്മൾ മറ്റേ ഒരു നമ്മുടെ സബ്മറൈൻ എന്നൊക്കെ പറയില്ല, അതായത് മുങ്ങിക്കപ്പൽ, അതിനകത്തേക്ക് കയറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടാങ്കിനകത്തേക്ക് കയറുന്ന പോലെ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലുള്ള ഒരു ഡോറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫുള്ളി ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു വെള്ള കളർ, എല്ലാം വെള്ള കളറുകളാണുള്ളത്. അത് എന്തുകൊണ്ടാണ് വെള്ള കളർ കൊടുത്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതായത് ഒരു ഒഴുക്കൻ ഡിസൈൻ എന്ന് പറയുന്നത്, ഒരു എയറോഡൈനാമിക് ഡിസൈൻ, അത് ആ ഒരു തന്നെയാണ്. ഫ്രണ്ടൊക്കെ ഇങ്ങനെ ഒരു വിമാനത്തിനെ പോലെ മുന്നിലേക്ക് കൂർത്തു നിന്ന്, അത് ആ ഒരു എയറോഡൈനാമിസം കറക്റ്റ് കിട്ടാൻ വേണ്ടി, സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണ് ഇതിനെ പലപ്പോഴും ബുള്ളറ്റ് ട്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ ഇതിനധികം പറയുന്നത് സ്പീഡ് ട്രെയിൻ എന്നാണ്. ഇനി നമ്മൾ ഇറങ്ങാനുള്ള സമയമായി. ആ സമയത്ത് ഞാൻ വീണ്ടും ആ ഒരു കഫ്തീരിയൻ്റെ ഭാഗം ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും സ്പീഡ് ട്രെയിനിനെ കുറിച്ചുള്ള ആലോചന ചൈനീസ് ഗവൺമെൻറ് ആരംഭിക്കുന്ന 1990-കളിലാട്ടോ. അന്ന് ഡെങ് സിയോപിങ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായത്. അതായത് ഒരു ഹൈ സ്പീഡ് റെയിൽ എന്ന് പറയുന്ന ആശയം, ആ ഒരു ആശയം അദ്ദേഹമാണ് ആരംഭിച്ചത്. അതാണ് ഇന്ന് ശരിക്കും നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലൊരു സ്പീഡ് ട്രെയിൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിയത്. ശരിക്കും ചൈനയിൽ പോകുന്ന ബിസിനസ് ആളുകൾക്ക്, അല്ലെങ്കിൽ ചൈന യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടൊരു സംഭവമാണ്. ഇപ്പം നമ്മൾ 7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. അതിനിടയിലൂടെ ഈ ഒരു കാര്യം കൂടി കാണിക്കാം. അതായത് 2 ബുള്ളറ്റ് ട്രെയിനുകൾ കണക്ട് ചെയ്താണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിലുള്ള മാഗ്നറ്റിക് കണക്ഷൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാണ്. അതിൻ്റെ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ നല്ല രസമുണ്ടല്ല. ആ ഒരു എയറോഡൈനാമിക് ഡിസൈനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് ഞാനും നജൂബും ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം, ചൈനീസ് ബുള്ളറ്റ് ട്രെയിൻ അഥവാ ചൈനീസ് സ്പീഡ് ട്രെയിൻ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.